മലയാള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രവും അതുപോലെ തന്നെ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ചിത്രമായിട്ട് മാറാൻ പോകുന്ന ഒരു സിനിമയാണ് ARM, അതായത് അജയന്റെ രണ്ടാം മോഷണം എന്ന ടൊവിനോ തോമസിന്റെ സിനിമ. ടൊവിനോ തോമസിന്റെ മിന്നൽ മുരളി എന്ന സിനിമ നമുക്ക് എല്ലാവർക്കും തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായ ഒരു സിനിമയാണ്. കാരണം അത് OTT റിലീസായ സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമ നമുക്ക് എപ്പോൾ കാണുമ്പോൾ നമുക്ക് തിയേറ്ററിൽ ആ സിനിമ കാണാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ARM എന്ന സിനിമ നമ്മുടെ മുന്നിലേക്ക് ഇന്ന് റിലീസായിട്ട് എത്തിയിട്ടുള്ളത്. ഈ സിനിമക്ക് പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഗംഭീര കളക്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ മിന്നൽ മുരളി എന്ന സിനിമ തിയേറ്ററിൽ പോയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതിന്റെ വിഷമം നമ്മൾ പ്രേക്ഷകർ ഈ സിനിമയിലൂടെ നമ്മൾ തീർത്തു കൊടുക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇത് പറയാൻ കുറച്ച് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യുവ സൂപ്പർ താരം ടൊവിനോ തോമസ് ഈ സിനിമയിൽ നായകനായി എത്തുന്നു. അതും 1-2 റോളുകളിൽ സിനിമയിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പോരാത്തിന് ടൊവിനോ തോമസിന്റെ 50ാമത്തെ സിനിമയാണ് ARM എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അതുകൊണ്ട് തന്നെ 50ാമത്തെ സിനിമ അത്യാവശ്യം നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെ ഉഷാറാക്കാനുള്ള പരിപാടി തന്നെയായിരിക്കും ഈ സിനിമ ഇതുപോലൊരു സെറ്റപ്പിൽ ഇറക്കാനുള്ള പ്രധാന കാരണവും. ആ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ സിനിമക്ക് ആൾ കയറാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്, ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്, പല ഭാഷകളിൽ ഇറങ്ങുന്ന ഒരു സിനിമയാണ്, അതുപോലെ തന്നെ ഒരു 3D സിനിമയാണ്. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ സിനിമ എന്താണ് ഇത്രയും വലിയ ഇങ്ങനെയൊക്കെ ഒരു ക്യാൻവാസിൽ ഇറങ്ങാനുള്ള ഒരു കാരണം എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് ഈ സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ എന്ന് പറയുമ്പോൾ അത്യാവശ്യം തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമ തന്നെയായിരിക്കും. പോരാത്തതിന് ഈ ഒരു സിനിമ 3D ആയിട്ടാണ് ഇറങ്ങുന്നത്. 3D ആയിട്ട് ഇറങ്ങാൻ മാത്രം ഈ സിനിമയിൽ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് ആദ്യ ഷോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണമെന്ന് വിചാരിച്ചിരിക്കുന്ന പല ആളുകളും കുടുംബസമേതം തിയേറ്ററിൽ പോയിട്ട് കാണും. 3D ആയതുകൊണ്ട് തന്നെ കുട്ടികളും ഫാമിലിയും ഒക്കെ സിനിമയ്ക്ക് അടിച്ചു കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് സിനിമ പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള കളക്ഷൻ്റെ കാര്യം നോക്കേണ്ടതില്ല. ഈ വർഷത്തെ ഒരു റെക്കോർഡ് കളക്ഷൻ തന്നെയായിരിക്കും ഈ സിനിമ നേടാൻ പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു. അതായത് ഓണം പ്രമാണിച്ചിട്ട് സ്കൂളുകൾ അവധി, കോളേജുകൾ അവധി, ഓഫീസുകൾ അവധി, എല്ലാം കൊണ്ടും അവധികളുടെ പൊടി പൂരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തുന്ന ഈ ഒരു സീസണിൽ ഈ ഒരു സിനിമ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഇത്രയും വലിയൊരു സിനിമയായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ പോയിട്ട് ഇടിച്ച് കയറുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടേണ്ട കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ആ കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സിനിമ വലിയൊരു കളക്ഷൻ നേടുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. മറ്റൊരു കാരണം പിന്നെ അതുപോലെ തന്നെ സിനിമയുടേതായിട്ട് ഇറങ്ങിയിട്ടുള്ള ട്രെയിലർ, ഈ ട്രെയിലർ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രെയിലർ തന്നെയാണ്. ആ ട്രെയിലറിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞ് ചെറുതൊന്നുമല്ല. അതേപോലെ തന്നെ സിനിമ പ്രേക്ഷകരെ ഏതൊരു പ്രേക്ഷകനെയും കണക്ട് ആവുന്ന രീതിയിൽ സിനിമ പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആരാധക ഭേദമന്യേ ടൊവിനോ തോമസിന് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും എല്ലാവരും സിനിമക്ക് കയറും. ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് സിനിമക്ക് പോസിറ്റീവ് റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ സിനിമ ആദ്യ ദിനങ്ങളിൽ തന്നെ ഗംഭീരമായിട്ടുള്ള ജനത്തിരക്ക് തിയേറ്ററിൽ അനുഭവപ്പെടാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കണമെങ്കിൽ ആദ്യ ഷോ കഴിഞ്ഞിട്ട് പോസിറ്റീവ് റിവ്യൂസ് വരണം. അപ്പോൾ എന്തായാലും ഒരുപാട് ആളുകൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് ഈ ഒരു സിനിമ 3D സിനിമയായിട്ട് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ടിക്കറ്റിനൊക്കെ വലിയ ചാർജാണ്. ഇത്രയും വില കൊടുത്ത ഒരു സിനിമ നമ്മൾ കാണണം വേണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ റിവ്യൂ വന്നതിന് ശേഷം കണ്ടിട്ട് മാത്രമേ ഇത്രയും വലിയൊരു എമൗണ്ട് മുടക്കിയിട്ട് തിയേറ്ററിലേക്ക് പോകും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ 9 മണിക്കുള്ള ഷോക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, സിനിമ കാണാൻ പോകുന്നുണ്ട്. പോയി വന്നതിന് ശേഷം എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത്, അതായത് ഈ സിനിമയെ കുറിച്ചിട്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തായാലും ഈ ഒരു സിനിമ മലയാള സിനിമ എന്ന ലേബലിൽ ഇന്ത്യ സിനിമ ഒന്നാകെ ഒന്ന് തകർക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം മറ്റുള്ള അന്യഭാഷ സിനിമകളൊക്കെ നമ്മുടെ ഇവിടെ വന്നിട്ട് പണം വരുന്നു, നമ്മളെ ഞെട്ടിക്കുന്നു, നമ്മളെല്ലാവരെയും കൊണ്ട് വാവ് എന്ന് പറയിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അന്യഭാഷകളിൽ പോയിട്ട് നമുക്കൊന്ന് വാവ് പറയിപ്പിക്കണ്ടേ. അതുകൊണ്ട് തന്നെ ഈ സിനിമ വലിയൊരു വിജയമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് പോകുന്നത്.